Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ 2019 സ്കീം S4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ CET 204 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ നമ്പർ 1 നിന്നുള്ള 9th ലെക്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി, ഈ ഒരു ടോപ്പിക്കാണ് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് ബൈ ഓവൻ ഡ്രൈയിങ് മെത്തേഡും ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ബൈ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് ആൻഡ് പൈക്കണോമീറ്റർ മെത്തേഡ്. ഈ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെക്ചർ കാണുന്നതിൻ്റെ ഒപ്പം നിങ്ങളൊരു നോട്ട് എടുത്ത് എഴുതി പോവുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പം തന്നെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെറിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. CET 204 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1, അതായത് 2019 സ്കീമിൻ്റെ GT1 എന്ന പേപ്പറിൻ്റെ ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ട്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ലൈവ് എടുക്കുക മാത്രമല്ല, നിങ്ങൾക്ക് കണ്ടൻസ് എല്ലാം പഠിക്കാനുള്ള കണ്ടൻറ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. എല്ലാ കണ്ടൻസും നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ വൈവ സെഷൻസ് ഉണ്ടാവും. പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് വൈവ സെഷൻസ് ഉണ്ടാവും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻ നമ്മൾ ഗൂഗിൾ മീറ്റിൽ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡെമോ വീഡിയോസ്, അതായത് ലെക്ചേഴ്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഡെമോ വീഡിയോസ് ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, CET 204 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇപ്പോൾ സിലബസിലെ 5ാമത്തെ പാർട്ടിലാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. ഓൾറെഡി നമ്മൾ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചറിൽ കവർ ചെയ്യാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് ബൈ ഓവൻ ഡ്രൈ മെത്തേഡ്, ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ബൈ പൈക്കണോമീറ്റർ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ. അപ്പോൾ 3 ടോപ്പിക്കാണ്. ബേസിക്കലി 2 ടോപ്പിക്കേ ഉള്ളൂ, എങ്കിലും നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വാട്ടർ കണ്ടന്റ് ഓവൻ ഡ്രൈ മെത്തേഡിൽ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിക്കണം. അതേപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന 2 മെത്തേഡ്, പൈക്കണോമീറ്റർ യൂസ് ചെയ്തിട്ടും സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കുന്ന 2 മെത്തേഡ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ലെക്ചർ നമ്മുടെ ആ മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനെ നമുക്ക് ബേസിക്കലി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനെ നമുക്ക് ബേസിക്കലി ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്നും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി എന്നും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്. ഇത് നമുക്ക് ഇനി അടുത്ത മൊഡ്യൂൾസിലൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനെ ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്നും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി പെർമിയബിലിറ്റി ഉണ്ട്, കംപ്രസിബിലിറ്റി ഉണ്ട്, ഷിയർ സ്ട്രെങ്ത് ഉണ്ട്. ഇനി ഇൻഡെക്സ് പ്രോപ്പർട്ടിയെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സോയിൽ ഗ്രെയിൻ പ്രോപ്പർട്ടി, 2 സോയിൽ അഗ്രിഗേറ്റ് പ്രോപ്പർട്ടി. ഈ സോയിൽ ഗ്രെയിൻ പ്രോപ്പർട്ടിയിൽ വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഗ്രെയിൻ, ഷേപ്പ് ഓഫ് ഗ്രെയിൻ, സൈസ് ഓഫ് ഗ്രെയിൻ. ഓക്കെ, അപ്പോൾ സോയിൽ ഗ്രെയിൻ പ്രോപ്പർട്ടിയിൽ വരുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത സോയിൽ അഗ്രിഗേറ്റ് പ്രോപ്പർട്ടിയിൽ നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ കണ്ടന്റ് ഉണ്ട്, മാസ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, ഇൻസിറ്റ്യൂ ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി, കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിത്രയാണ് ടോട്ടലി സോയിലിൻ്റെ ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് പ്രോപ്പർട്ടി, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി, അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന സ്പെസിഫിക് ഗ്രാവിറ്റിയും വാട്ടർ കണ്ടൻറ്റുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡെക്സ് പ്രോപ്പർട്ടി ആൻഡ് ദെയർ ഡിറ്റർമിനേഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദെയർ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയിലിൻ്റെ പ്രോപ്പർട്ടി,
എന്താണ് അതിനെ ക്ലാസിഫൈ ചെയ്യാനും നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മെയിൻലി ഇൻഡെക്സ് പ്രോപ്പർട്ടിയിൽ നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ കണ്ടൻറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ്, കൺസിസ്റ്റൻസി ലിമിറ്റ്, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻസിറ്റ്യൂ ഡെൻസിറ്റി. ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഉണ്ട്, ആൽക്കഹോൾ മെത്തേഡ് ഉണ്ട്, സാൻഡ് ബാത്ത് മെത്തേഡ് ഉണ്ട്, പൈക്കണോമീറ്റർ മെത്തേഡ് ഉണ്ട്, കാൽഷ്യം കാർബൈഡ് മെത്തേഡ് ഉണ്ട്, റേഡിയേഷൻ മെത്തേഡ് ഉണ്ട്, ടോർഷൻ ബാലൻസ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ്, ഒരു സോയിലിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും മെത്തേഡ്സ് ആണ് ഉള്ളത്. പക്ഷേ സിലബസിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുള്ളത് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് മാത്രമാണ്. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ സോയിൽ, വാട്ടർ കണ്ടൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോയിൽ സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സോയിൽ സാമ്പിളിൽ എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ഉണ്ട് അതിനെയാണ് നമ്മൾ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഇൻ സോയിൽ ബിഹേവിയർ, വാട്ടർ കണ്ടൻറ്റിന് ഒരു സോയിലിൻ്റെ ബിഹേവിയറിൽ അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഇപ്പോൾ വാട്ടർ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും കറക്റ്റ് ആണെങ്കിലും ഒക്കെ അത് ആ സോയിലിൻ്റെ ബിഹേവിയറിനെ കറക്റ്റായിട്ട് ബാധിക്കും. ഇനി ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷനാണ് വാട്ടർ കണ്ടൻറ്റ് സ്മോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്. ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ് ബൈ ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. എന്തുകൊണ്ടാണ് ഇതിന് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് സോയിലിൻ്റെ ഡ്രൈ വെയിറ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഓവനാണ് യൂസ് ചെയ്യുന്നത്. ഒരു മൈക്രോവേവ് ഓവൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതേപോലെ നമുക്കൊരു ഓവൻ ഉണ്ട്. ഈ ഓവൻ്റെ അകത്ത് നമ്മൾ സോയിൽ വെച്ചിട്ട് നമ്മൾ 110 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ നമുക്ക് ഡ്രൈ സോയിൽ ആക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓവൻ, ഹോട്ട് എയർ ഓവൻ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് അതാണ്. മോസ്റ്റ് കോമൺലി അഡോപ്റ്റഡ് മെത്തേഡ് അതാണ്. ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡും ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ്. മാത്രമല്ല ഇതൊരു ലബോറട്ടറി ടെസ്റ്റും കൂടിയാണ്. വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ലബോറട്ടറി ടെസ്റ്റാണ്, ഫീൽഡ് ടെസ്റ്റ് അല്ല. അപ്പോൾ കാരണം നമുക്ക് ഈ ഒരു ഓവൻ ഒരു ചെറിയൊരു മെഷീനാണല്ലേ, ഈ ഓവൻ നമുക്ക് അത്യാവശ്യം വലിയ സംഭവമാണ്. നമ്മൾ ലബോറട്ടറിയിലായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫീൽഡിൽ സൈറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സാമ്പിളിംഗ് ആണ് ചെയ്യുന്നത്. സൈറ്റിൽ നിന്ന് കുറച്ച് സോയിൽ കളക്ട് ചെയ്യും, ഇതൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ നമ്മുടെ ലാബിലേക്ക് കൊണ്ടുവരും. ആ ലാബിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു ഓവൻ ഡ്രൈ മെത്തേഡ് വെച്ചിട്ട് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. The water content of the soil is reported to two significant figures. വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ നമ്മൾ അതിനെ നൊട്ടേഷൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഓവൻ ഡ്രൈയിങ് മെത്തേഡിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അപ്പാരറ്റസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പാരറ്റസ് റിക്വയർഡ് ഫോർ ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. അപ്പോൾ നമ്പർ 1, ഹോട്ട് എയർ ഓവൻ. നമുക്ക് സോയിലിനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹോട്ട് എയർ ഓവൻ വേണം. രണ്ടാമത്തത്, നമുക്ക് ഈ ഒരു സോയിൽ സാമ്പിളിനെ എടുക്കാനും വെയിറ്റ് എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് നോൺ കൊറോസിബിൾ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് വേണം. അത് 3 എണ്ണം വേണം. കാരണം നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഒരു 3 സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് കിട്ടുന്നതിൻ്റെ ആവറേജ് റിസൾട്ടാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ മിനിമം 3 കണ്ടെയ്നർ നമുക്ക് വേണം. ഈ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചെറിയ ഒരു കണ്ടെയ്നറാണ് ഉദ്ദേശിക്കുന്നത്. അത് നോൺ കൊറോഡബിൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തുരുമ്പെടുക്കാൻ പാടില്ല. കാരണം നമുക്ക് എന്താണെങ്കിലും സോയിലും അതിനകത്ത് ചെറിയ വാട്ടർ കണ്ടൻ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ കൊറോഷൻ സംഭവിക്കുന്ന ടൈപ്പ് കണ്ടെയ്നർ ആണെങ്കിൽ അത് നമുക്ക് റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ യൂഷ്വലി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെറിയ കണ്ടെയ്നേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെ നമ്മൾ കറി കൊണ്ടുപോകുന്ന ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെറിയ ബോക്സില്ലേ, ഒരു കണ്ടെയ്നർ, അതിൻ്റെ മുകളിൽ ചെറിയൊരു ക്യാപ്പും കാണും. ആ രീതിയിലത്തെ ചെറിയ കണ്ടെയ്നേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് വേണ്ടത് ഡിജിറ്റൽ വെയിങ് മെഷീൻ. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ നമുക്ക് വെയിറ്റ് എടുക്കാനൊക്കെ, ഡ്രൈ വെയിറ്റ് എടുക്കാനും അതിൻ്റെ ഓവൻ ഡ്രൈ വെയിറ്റ് എടുക്കാനും വാട്ടർ കണ്ടൻറ്റിൻ്റെ വെയിറ്റ് എടുക്കാനും കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള വെയിങ് മെഷീൻ വേണം. അവസാനം നമുക്ക് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്.
അതുകൂടാതെ നമുക്ക് ടോങ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഓവനിൻ്റെ അകത്തുനിന്ന് ഈ ഒരു സാമ്പിൾ എടുക്കുമ്പോൾ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഓവനിൽ വെക്കുന്നതും. അത് ചൂടായി കഴിഞ്ഞ് നമ്മളതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മളത് നേരിട്ട് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടെയ്നർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ പാത്രം ഹോൾഡ് ചെയ്യുന്ന ചില ടോങ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമല്ല, നമ്മൾ ആ പാരഡസ് പറയുമ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഹോട്ട് എയർ ഓവൻ വേണം. സോയിൽ സാമ്പിൾ എടുക്കാനും അതിന് ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കണ്ടെയ്നർ വേണം. പിന്നെ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിങ് ബാലൻസ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് വാട്ടർ കണ്ടന്റ് ആണ് ഇത്. ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ് മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് എ ക്ലീൻ നോൺ കൊറോഡിബിൾ കണ്ടെയ്നർ ഈസ് ടേക്കൺ ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് ഫൗണ്ട് വിത്ത് ഇറ്റ്സ് ലിഡ്. അപ്പോൾ കൊറോഷൻ സംഭവിക്കാത്ത ടൈപ്പ് കണ്ടെയ്നർ, നമുക്കൊരു ചെറിയൊരു കണ്ടെയ്നർ, അതിന് ഞാൻ പറഞ്ഞൊരു ക്യാപ്പ് ഉണ്ടാവും മൂടി വെക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട്, അതിനാണ് നമ്മൾ ലിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുക്കുക, കണ്ടെയ്നർ എലോങ് വിത്ത് ഇറ്റ്സ് ലിഡ്, അതിൻ്റെ വെയിറ്റ് എടുക്കുക, അതിനാണ് നമ്മൾ W1 എന്ന് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ എം ടി കണ്ടെയ്നർ, നോൺ കൊറോഡിബിൾ ആയിട്ടുള്ള എം ടി കണ്ടെയ്നർ എലോങ് വിത്ത് ഇറ്റ് ലിഡ്, അതിൻ്റെ ക്യാപ്പും കൂടി വെച്ചിട്ടുള്ള അതിൻ്റെ വെയിറ്റ് എടുക്കുക, അത് W1 എന്ന് മാർക്ക് ചെയ്യുക. അടുത്തത് എ സ്പെസിമെൻ ഓഫ് മോയിസ്റ്റ് സോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ കണ്ടെയ്നർ ആൻഡ് ദ ലിഡ് ഈസ് പ്ലേസ്ഡ് ഓവർ ഇറ്റ്. ഇനി നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിൾ എടുക്കുക. ടെസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഏത് സോയിലിൻ്റെ ആണോ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ചെറിയ വെള്ളമുള്ള സോയിലായിരിക്കും ഉള്ളത്, അതിനാണ് നമ്മൾ മോയിസ്റ്റ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളതിനെ സ്പെസിമെൻ എന്നാണ് വിളിക്കുന്നത്. ഏത് സോയിലിനെയാണോ അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റ് മെറ്റീരിയലാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്, അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ സ്പെസിമെൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള മോയിസ്റ്റ് സോയിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്ന ഈ നോൺ കൊറോഡിബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ലിഡ് ക്യാപ്പ് വെച്ച് മൂടുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ദ മാസ് ഓഫ് ദ കണ്ടെയ്നർ ആൻഡ് ദ കണ്ടൻറ്റ് ഈസ് ഡിറ്റർമൈൻഡ്. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ അതിൻ്റെ അകത്ത് കുറച്ച് സോയിലും വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൻ്റെ വെയിറ്റ് എടുക്കുക, അതാണ് W2. അപ്പോൾ W2 എന്ന് വെച്ചാൽ എന്താണ്? W2 എന്ന് പറയുമ്പോൾ കണ്ടെയ്നറുണ്ട്, കണ്ടെയ്നറിൻ്റെ അകത്ത് മോയിസ്റ്റ് സോയിലുണ്ട്, കണ്ടെയ്നറിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ലിഡുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെയിറ്റാണ് W2. With the lid removed, the container is placed in the oven for drying about 24 hours at 110 degrees Celsius. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെയ്നർ ഓപ്പൺ ആക്കി വെക്കുക. ഇതിൻ്റെ അകത്ത് സോയിലുണ്ടല്ലേ, നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തേക്കുന്ന സോയിലുണ്ട്. കണ്ടെയ്നറിൻ്റെ ലിഡ് മാറ്റുക. ലിഡ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ഹോട്ട് എയർ ഓവൻ്റെ അകത്തേക്ക് വെക്കുക. ഹോട്ട് എയർ ഓവൻ്റെ അകത്തേക്ക് വെച്ചിട്ട് കണ്ടെയ്നറിൻ്റെ ഹോട്ട് എയർ ഓവൻ ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 110 ഡിഗ്രി സെൽഷ്യസിൽ 24 ഹവേഴ്സ് അതിനെ ഹീറ്റ് ചെയ്യുക. 24 ഹവേഴ്സ് 110 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 24 ഹവേഴ്സ് കഴിയുമ്പോൾ ആഫ്റ്റർ ഡ്രൈയിങ് ദ കണ്ടെയ്നർ ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഓവൻ ആൻഡ് അലൗഡ് ടു കൂൾ. അപ്പോൾ നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യാൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, 24 ഹവേഴ്സ് കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യുക, കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുക. കണ്ടെയ്നറിൽ നിന്ന് ക്യാപ്പ് വെക്കാതെ തന്നെ ക്യാപ്പ് പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കുക. ഡ്രൈ സോയിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചൂടായതുകൊണ്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ട് കൂൾ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴേക്കും അത് മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പ് മൊത്തം കൂളായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അതിനെ പുറത്ത് കൂൾ ചെയ്യാൻ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ദ ലിഡ് ഈസ് പ്ലേസ്ഡ്, മാസ് ഓഫ് കണ്ടെയ്നർ വിത്ത് ഡ്രൈ സോയിൽ ഈസ് ഫൗണ്ട് ഔട്ട്. എന്നിട്ട് വീണ്ടും അത് കൂളായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ മുകളിൽ നമ്മുടെ ലിഡ് ക്യാപ്പ് മുകളിൽ വെക്കുക. കാരണം നമ്മൾ വെയിറ്റ് എടുക്കാൻ പോവുക. വെയിറ്റ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ആ ക്യാപ്പോട് കൂടെ ലിഡോട് കൂടെയുള്ള വെയിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെയുണ്ട്, കണ്ടെയ്നറുണ്ട്, ലിഡുണ്ട്, അതിൻ്റെ അകത്ത് ഓവൻ ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സാൻഡുണ്ട് അല്ലെങ്കിൽ സോയിലുണ്ട്. അതിൻ്റെ വെയിറ്റ് എടുക്കുക, അതിനെ നമ്മൾ W3 ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാവുന്ന ബേസിക് റിലേഷൻ വാട്ടർ കണ്ടൻറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോയിലാണ്. ഇനി നോക്കിക്കേ, വെയിറ്റ് ഓഫ് വാട്ടർ എങ്ങനെ കിട്ടും. നമ്മളിപ്പോൾ W1, W2, W3 എന്ന് പറയുന്ന 3 വെയിറ്റുകളാണ് എടുത്തു വെച്ചേക്കുന്നത് ഈ ടെസ്റ്റിൽ. അതിനകത്ത് W1 എന്ന് വെച്ചാൽ കണ്ടെയ്നറിൻ്റെയും അതിൻ്റെ ക്യാപ്പിൻ്റെയും വെയിറ്റാണ്. W2 എന്ന് വെച്ചാൽ കണ്ടെയ്നർ, അതിൻ്റെ ക്യാപ്പ്, അതിൻ്റെ അകത്തുള്ള വെറ്റ് സോയിൽ. W3 എന്ന് വെച്ചാൽ കണ്ടെയ്നറിൻ്റെ വെയിറ്റ്, അതിൻ്റെ ക്യാപ്പിൻ്റെ വെയിറ്റ്, ഡ്രൈ സോയിൽ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോയിലാണ്. വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടാൻ വേണ്ടി
ഇതാ ഈ രണ്ട് വെയിറ്റും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. W2 നിന്ന് W3 മൈനസ് ചെയ്യുക. അപ്പോൾ W2 നിന്ന് W3 മൈനസ് ചെയ്യുമ്പോൾ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് ക്യാൻസൽ ആവും, ക്യാപ്പിൻ്റെ വെയിറ്റ് ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും? വെറ്റ് സോയിലിൽ നിന്ന് ഡ്രൈ സോയിൽ മൈനസ് ചെയ്താൽ നമുക്ക് വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടും. അതുകൊണ്ടാണ് വാട്ടർ കണ്ടൻറ്റ് ഇസ് ഈക്വൽ ടു W2 മൈനസ് W3 ഹോൾ ഡിവൈഡഡ് ബൈ, അടുത്തത് വെയിറ്റ് ഓഫ് സോയിലാണ് വേണ്ടത്. വെയിറ്റ് ഓഫ് സോയിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ W3 നിന്ന് W1 മൈനസ് ചെയ്താൽ മതി. W3 നിന്ന് W1 മൈനസ് ചെയ്യുമ്പോൾ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് ക്യാൻസൽ ആവും, ലിഡിൻ്റെ വെയിറ്റ് ക്യാൻസൽ ആവും, ബാക്കി എന്തുണ്ടാവും? ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് ഉണ്ടാവും. അത് തന്നെയാണ് വെയിറ്റ് ഓഫ് സോയിൽ. അപ്പോൾ അതുകൊണ്ട് വാട്ടർ കണ്ടൻറ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഈ എക്സ്പീരിമെൻറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന W2 മൈനസ് W3 ഡിവൈഡഡ് ബൈ W3 മൈനസ് W1 ഇൻറ്റു 100 ചെയ്യുന്നത് നമുക്ക് പെർസെൻറ്റേജിൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അതിനെ തന്നെ നമുക്കൊരു ഫ്ലോ ചാർട്ടായിട്ട് കാണിക്കുന്ന ഒരു ഫിഗറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഒരു കണ്ടെയ്നർ എടുക്കുക അല്ലേ, ചെറിയൊരു കണ്ടെയ്നർ എടുക്കുക, അതിൻ്റെ വെയിറ്റാണ് W1. ഇനി എന്ത് ചെയ്യുക? ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മുടെ സോയിൽ സാമ്പിൾ ഇടുക, വെറ്റായിട്ടുള്ള സോയിൽ സാമ്പിൾ ഇടുക, എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുക. അപ്പോൾ കണ്ടെയ്നർ പ്ലസ് സോയിലിൻ്റെ വെയിറ്റ്, അതിനാണ് W2 എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? ഈ ഒരു സെറ്റപ്പിനെ 24 ഹവേഴ്സ് 110 ഡിഗ്രി സെൽഷ്യസിൽ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്ത് കിട്ടിയേക്കുന്ന ആ ഒരു ഡ്രൈ സോയിൽ പ്ലസ് അതിൻ്റെ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുക്കുക, അത് W3 ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ W എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ് ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ W2 മൈനസ് W3, വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുമ്പോൾ W3 മൈനസ് W1. ദെർഫോർ വാട്ടർ കണ്ടന്റ് W is equal to W2 മൈനസ് W3 ഡിവൈഡഡ് ബൈ W3 മൈനസ് W1 വേണമെങ്കിൽ ഇൻറ്റു 100 കൂടി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ് ബൈ ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. ഓക്കെ, സിമ്പിളാണ്. ഒരു 1-2 വട്ടം നിങ്ങൾ ഈ ഒരു ലെക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവും. കോൺസെപ്റ്റ് മനസ്സിലായാൽ പിന്നെ ഇക്വേഷൻ ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലോജിക്കലി തന്നെ റിലേറ്റ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് 2 മെത്തേഡ് പഠിക്കാനുണ്ട്. ഡെൻസിറ്റി ബോട്ടിൽ വെച്ചിട്ടും കണ്ടുപിടിക്കാനുണ്ട്, പൈക്രോമീറ്റർ മെത്തേഡ് വെച്ചിട്ടും കണ്ടുപിടിക്കാനുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഈ മെത്തേഡിനെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഡെൻസിറ്റി ബോട്ടിൽ നിന്ന് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ ബോട്ടിലാണ്. അതിനെ നമ്മൾ ഡെൻസിറ്റി ബോട്ടിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് എന്ന് പറയും. പിന്നെ ഈ ഒരു ചെറിയ ബോട്ടിലിനാണ് നമ്മൾ പൈക്രോമീറ്റർ എന്ന് പറയുന്നത്. പൈക്രോമീറ്റർ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ പൈക്രോമീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡുണ്ട്. ഇനി ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈൻ ഗ്രൈൻഡ് സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ്. ഫൈൻ ഗ്രൈൻഡ് എന്ന് വെച്ചാൽ ആ സോയിലിൻ്റെ സൈസ് ലെസ് ദാൻ 2 mm സൈസ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ഫൈൻ ഗ്രൈൻഡ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാ ടൈപ്പ് സോയിലും ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് വെച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് സോയിലേ പറ്റത്തുള്ളൂ? 2 mm സൈസിൽ താഴെയുള്ള ഫൈൻ ഗ്രൈൻഡ് ആയിട്ടുള്ള സോയിൽ മാത്രമേ നമുക്ക് അതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പൈക്രോമീറ്റർ നമ്മൾ കോസ് ഗ്രെയിൻ സോയിലാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ എല്ലാ ടൈപ്പ് സോയിലും പറ്റും. കോസ് ഗ്രൈൻഡിലും ചെയ്യാം, ഫൈൻ ഗ്രൈൻഡിലും ചെയ്യാം. അപ്പോൾ എല്ലാ ടൈപ്പ് സോയിലും നമുക്ക് പൈക്രോമീറ്റർ മെത്തേഡ് ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് ജനറലായിട്ട് ഈ 2 മെത്തേഡ് മാത്രമേ നമുക്ക് സിലബസിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ലബോറട്ടറിയിലുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ് പാർട്ടിക്കിൾ ഈസ് ഡിറ്റർമൈൻഡ് ഇൻ ലബോറട്ടറി യൂസിങ് ദ ഫോളോയിങ് മെത്തേഡ്സ്. ഒന്നാമത്തെ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്, സെക്കൻഡ് വൺ പൈക്രോമീറ്റർ മെത്തേഡ്, മൂന്നാമത്തത് മെഷറിംഗ് ഫ്ലാസ്ക് മെത്തേഡ്, ഫോർത്ത് വൺ ഗ്യാസ് ജാർ മെത്തേഡ്, ഫിഫ്ത്ത് വൺ ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ്. ഇങ്ങനെ മൊത്തം 5 മെത്തേഡ്സ് ആണ് ശരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കുള്ളത്. നമ്മളിതിൽ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡും പൈക്രോമീറ്റർ മെത്തേഡും മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പ്രൊസീജിയർ രണ്ടും സെയിം ആണ്. ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡിലും പൈക്രോമീറ്റർ മെത്തേഡിലും അതിൻ്റെ പ്രൊസീജിയർ സെയിം ആണ്. എടുക്കുന്ന വെയിറ്റുകളുടെ കാൽക്കുലേഷൻസ് ഒക്കെ സെയിം ആണ്, ഇക്വേഷനും സെയിം ആണ്. ആകെ വ്യത്യാസം ഇതിൻ്റെ അകത്ത് നമ്മൾ ഡെൻസിറ്റി ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് പൈക്രോമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഡെൻസിറ്റി ബോട്ടിൽ എന്ന് നോക്കാം. ഡെൻസിറ്റി ബോട്ടിൽസ് ആർ ടിപ്പിക്കലി കൺസ്ട്രക്റ്റഡ് ഫ്രം ഗ്ലാസ് ടു പ്രൊവൈഡ് ക്ലീൻ വ്യൂ ഓഫ് കണ്ടൻറ്റ്. അപ്പോൾ ഇതേപോലത്തെ ചെറിയൊരു കണ്ടെയ്നർ, ഗ്ലാസ് ബോട്ടിലുള്ള ചെറിയൊരു കണ്ടെയ്നർ, അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി ബോട്ടിലിൻ്റെ
മൊത്തത്തിലുള്ള കപ്പാസിറ്റി 50 ml ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ അത്രയും ചെറുതാണ്. നമുക്ക് ഈ ഫിഗറിൽ കാണുമ്പോൾ നമ്മൾ വലുതാക്കി കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. 50 ml കപ്പാസിറ്റിയിലുള്ള ചെറിയ ഒരു ബോട്ടിലാണ്. ക്യാപ്സ് വിച്ച് എയ്ഡ് ഇൻ പ്രിവെൻറ്റിങ് ഇവാപ്പറേഷൻ ദാറ്റ് കുഡ് ഡാമേജ് ദ റിസൾട്ട്. അപ്പോൾ ഈ ഒരു ഇത്രയാണ് അതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്ന് ഇവാപ്പറേഷൻ സംഭവിച്ച് വാട്ടർ കണ്ടൻറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ തെറ്റുണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യാപ്പ് കൂടി വെച്ചേക്കുന്നത്. ഇനി ഒരു ഡെൻസിറ്റി ബോട്ടിലെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലാസ് ബോട്ടിലാണ്. 50 ml ആണ് അതിൻ്റെ കപ്പാസിറ്റി. അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് സ്റ്റോപ്പറുണ്ട്. ഇതിന് നടുക്കായിട്ട് ഒരു ഹോളുണ്ട്. നമുക്ക് വാട്ടർ ആഡ് ചെയ്യാനും സോയിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഹോളുണ്ട്. ഇതാണ് ഓവറോൾ ഡെൻസിറ്റി ബോട്ടിൽ പറയാനുള്ളത്. ഇനി 50 ml കപ്പാസിറ്റി കാണിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ഗ്രാജുവേറ്റഡ് റീഡിങ്സും കാണാം, എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ ഈ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ പറയുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 5 to 10 gram ഓഫ് ഓവൻ ഡ്രൈ സാമ്പിളാണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സ്പീരിമെൻ്റ് പോലെ ഈ എക്സ്പീരിമെൻറ്റിലും എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് ആദ്യം ഒന്ന് നോട്ട് ചെയ്യാം. എക്യുപ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് വേണ്ടത് ഓവൻ വേണം. ഡ്രൈ സോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹോട്ട് എയർ ഓവൻ വേണം. രണ്ടാമത്തത് എന്താണ്, നമ്മുടെ ഈ ഒരു ഡെൻസിറ്റി ബോട്ടിൽ വേണം. പിന്നെ എന്താണ്, വെയിറ്റ് എടുക്കാനായിട്ട് വെയിങ് മെഷീൻ വേണം. ഇത് മൂന്നും അതായത് നേരത്തെ പറഞ്ഞ അതേ കണ്ടെയ്നർ എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് ഇവിടെയും വേണ്ടത്. ആകെ വ്യത്യാസം ഒരു ഓവൻ വേണം, ഒരു വെയിങ് ബാലൻസ് വേണം നേരത്തെ പോലെ. പിന്നെ നമ്മളവിടെ കണ്ടെയ്നറാണ് എടുക്കുന്നത്, ഇവിടെ നമ്മൾ ഡെൻസിറ്റി ബോട്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബോട്ട്സും അതിൻ്റെ സെറ്റപ്സും എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് 5 to 10 gram ഓഫ് ഓവൻ ഡ്രൈ സാമ്പിളാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് 5 to 10 gram സോയിൽ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് സോയിൽ എടുക്കുക. സോയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാസിങ് ടു 2 mm സീവ്, അതായത് 2 mm സൈസിൽ താഴെയുള്ള സോയിൽ വേണം ഈ ഒരു ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ സീവ് എന്ന് ഉദ്ദേശിച്ച അരിപ്പയാണ്. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ചെല്ലുമ്പോൾ കാണാറുണ്ട് ഈ മണ്ണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ 2 mm സൈസിലുള്ള അരിപ്പയിൽ അരിച്ചെടുത്ത സോയിൽ സാമ്പിൾ വേണം നമ്മൾ ഈ ഒരു ടെസ്റ്റിന് യൂസ് ചെയ്യാൻ. കാരണം അത്രയും ചെറുതാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റിൻ്റെ ആക്യുറസി കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്ന സോയിൽ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്യുക. 24 hours ഡ്രൈ ചെയ്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിനെ കൂൾ ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് 5 to 10 gram എടുക്കുക. അപ്പോൾ 5 to 10 gram ഓഫ് ഓവൻ ഡ്രൈ സാമ്പിളാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് നമ്മുടെ ഡെൻസിറ്റി ബോട്ടിലാണ്. ഈ കാണുന്നതൊക്കെ ഡെൻസിറ്റി ബോട്ടിലാണ്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ടേക്ക് 5 to 10 gram ഓഫ് ഓവൻ ഡ്രൈ സാമ്പിൾ വിച്ച് പാസസ് ടു 2 mm സീവ്. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ഫിഗർ, അതായത് ടേക്ക് ദ എംപ്റ്റി വെയിറ്റ് ഓഫ് കണ്ടെയ്നർ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ബോട്ടിലാണ് നമ്മുടെ കണ്ടെയ്നർ. അപ്പോൾ ടേക്ക് ദ എംപ്റ്റി വെയിറ്റ് ഓഫ് ഡെൻസിറ്റി ബോട്ടിൽ ആൻഡ് മാർക്ക് ഇറ്റ് as W1. ഇവിടെ M1 എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് M1 എന്നോ W1 എന്നോ എഴുതാം, എങ്കിലും W ടേംസിൽ എഴുതി പോകുന്നതാണ് നല്ലത്. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഇനി സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറാണ്. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിലിൻ്റെ വെയിറ്റ് എടുത്ത് W1 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ അകത്തേക്ക് ആഡ് ദ ഡ്രൈ സാമ്പിൾ ഇൻ ടു ദ ബോട്ടിൽ. ഡ്രൈ സാമ്പിൾ ഇൻ ടു ദ ബോട്ടിൽ. ഈ ബോട്ടിലിൻ്റെ അകത്തേക്ക് ഡ്രൈ സാമ്പിൾ ഫില്ല് ചെയ്യുക. ആൻഡ് ടേക്ക് ദ വെയിറ്റ് ആൻഡ് നോട്ട് ഇറ്റ് as W2. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 3. നമ്മുടെ ഡെൻസിറ്റി ബോട്ടിലിനകത്തേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോയിൽ സാമ്പിൾ ഫില്ല് ചെയ്യുക. കുറച്ച് ഭാഗത്തേ കാണത്തുള്ളൂ, കാരണം 5 to 10 gram അല്ലേ ഉള്ളൂ. ചെറിയൊരു പോർഷനിലേക്ക് ആ സോയിൽ ആഡ് ആവും. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുക. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ കണ്ടെയ്നറും ഡ്രൈ സോയിലിൻ്റെയും വെയിറ്റ്, അതാണ് നമ്മൾ W2 ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 സോയിൽ എടുക്കുക, സ്റ്റെപ്പ് നമ്പർ 2 കണ്ടെയ്നറിൻ്റെ എംപ്റ്റി വെയിറ്റ് എടുക്കുക, സ്റ്റെപ്പ് നമ്പർ 3 കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിൽ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് എടുക്കുക, അത് W2 ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 4. സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടെയ്നറുണ്ട്. കണ്ടെയ്നറിൻ്റെ കുറച്ച് പോർഷനിൽ സാൻഡും ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യുക. അപ്പോൾ കണ്ടെയ്നറുണ്ട്, കണ്ടെയ്നറിൻ്റെ കുറച്ച് പോർഷനിൽ സാൻഡുണ്ട്. ഇനി ബാക്കി ഇത്രയും സ്പേസ് എംറ്റി ആണ് ഈ കണ്ടെയ്നറിൽ. ആ എംറ്റി സ്പേസിലേക്ക് എന്ത് ചെയ്യുക,
ഈ എം ടി സ്പേസിലേക്ക് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുക. ടോപ്പിൽ ആ ഡെൻസിറ്റി ബോട്ടിലിൻ്റെ ടോപ്പിൽ എത്തുന്നവരെ നമ്മൾ ഇതിനകത്ത് വാട്ടർ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ സെറ്റപ്പിൻ്റെ വെയിറ്റ് എടുക്കുക. അതിനെ നമ്മൾ W3 ആയിട്ട് നോട്ട് ചെയ്യുക. M3 അല്ല, W3 ആയിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ W3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് കണ്ടെയ്നറുണ്ട്, അതിനകത്ത് ഡ്രൈ സോയിൽ ഉണ്ടായിരുന്നു, വാട്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു കണ്ടെയ്നറിനെ ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസിനൊക്കെ എടുത്ത് മാറ്റുക. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സോയിലും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കണ്ടെയ്നറിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി വാട്ടർ മാത്രം ഫില്ല് ചെയ്യുക. കണ്ടെയ്നറിൻ്റെ അകത്ത് സോയിൽ പാർട്ടിക്കിൾസിനെയൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. ഒരു ചെറിയ തരി പോലും അതിനകത്ത് കാണരുത്. അങ്ങനെ കംപ്ലീറ്റ്ലി വാഷ് ഓഫ് ദ സോയിൽ ആൻഡ് വാട്ടർ ആൻഡ് ഫിൽ the container completely with water and take the weight and note it as W4. അപ്പോൾ W4 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ വെയിറ്റ് ആയിരിക്കും? കണ്ടെയ്നർ പ്ലസ് വാട്ടറിൻ്റെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്സ് വരുന്നത്. എക്സ്പീരിമെൻറ്റിൽ നമുക്ക് വരുന്ന സ്റ്റെപ്സ് ഇത്രയാണ്. ഇനി നമുക്ക് ആകെ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. അതിനെ തന്നെ അതിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. ഈ രണ്ട് ഡെഫിനേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ലെക്ചറിൽ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെയിറ്റ് ഓഫ് സോയിൽ ബൈ വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. അതിന് ജസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ അതാണ് WS. വെയിറ്റ് ഓഫ് വാട്ടർ എന്നല്ല, അതിനെ വെയിറ്റ് ഓഫ് വാട്ടർ ഹാവിങ് ദ സെയിം വോളിയം ആസ് ദാറ്റ് ഓഫ് സോളിഡ്സ്. അതാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ പഠിച്ചാലും മതി. ഈ ഒരു എക്സ്പീരിമെൻ്റ് വെച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി GS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W2 മൈനസ് W1. ഇതാണ് W1, ഇത് W2, ഇത് W3, ഇത് W4. ആ ഓർഡറിൽ ഓർത്തിരിക്കുക എക്സ്പെരിമെൻറ്റ് ചെയ്തതിൻ്റെ. ഓക്കെ, അപ്പോൾ W2 മൈനസ് W1 ഹോൾ ഡിവൈഡഡ് ബൈ W2 മൈനസ് W1 മൈനസ് W3 മൈനസ് W4. ഇതാണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് വെച്ചിട്ട് എക്സ്പീരിമെൻറ്റ് ചെയ്യുക. അത് വെച്ചിട്ട് GS is equal to W2 മൈനസ് W1 ഹോൾ ഡിവൈഡഡ് ബൈ W2 മൈനസ് W1 മൈനസ് W3 മൈനസ് W4. ഇനി ഇവന് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേറൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ W2 ഇന്ന് W1 മൈനസ് ചെയ്യുക. അതായത് ഇതാണ് W2, ഇതാണ് W1. ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നറും ഡ്രൈ സോയിലുമാണ്. അതിനകത്തുനിന്ന് W1, അതായത് കണ്ടെയ്നറിൻ്റെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് WS ആണ് കിട്ടുന്നത്. വെയിറ്റ് ഓഫ് സോയിൽ ആണ് W2 മൈനസ് W1. അപ്പോൾ ഈ W2 മൈനസ് W1 പകരം, അതായത് ഈ ഒരു ടേമിന് പകരം നമ്മളിവിടെ WS എന്ന് എഴുതി. അതേപോലെ ഇവിടെയും ഈ ഒരു ടേമിന് പകരം WS എന്ന് എഴുതി. ഇനി മൈനസ് ഉണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് W3, ഇവിടെ മൈനസും മൈനസും ആകുമ്പോൾ പ്ലസ് വരും, പ്ലസ് W4 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഒരു സോൾവ് ചെയ്തേക്കുന്ന ഇക്വേഷനാണ് ഈ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ബൈ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡിൽ പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് രണ്ടാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ബൈ പൈക്രോമീറ്റർ മെത്തേഡ്. അപ്പോൾ പൈക്രോമീറ്റർ എന്നാണ് നമ്മുടെ ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ പേര്. എക്യുപ്മെൻ്റ് അല്ല, ഇത് ചെറിയൊരു ബോട്ടിലാണ്. നമുക്ക് ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള വ്യൂ. അതായത് ഒരു ഗ്ലാസ് ബോട്ടിലുണ്ട്. നമ്മൾ പണ്ട് ഹോർലിക്സ് ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു ചെറിയൊരു ബോട്ടിലാണ്, ഗ്ലാസിൻ്റെ ബോട്ടിൽ. അതിൻ്റെ മുകളിൽ ഇതിവിടെ ഒരു മൂടിയുണ്ട്. ഈ മൂടിയുടെ അകത്തായിട്ട് നടുക്ക് ഓപ്പണിംഗ് ഉള്ള ഒരു കോണിക്കൽ ഷേപ്പ് ഉണ്ട്, ഒരു ബ്രാസ് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ഫുൾ സെറ്റപ്പിനാണ് നമ്മൾ പൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ പൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പൈക്രോമീറ്റർ എന്താണെന്ന് നോക്കുക. ഇറ്റ് ഈസ് എ ഗ്ലാസ് ജാർ. ഇതേപോലെ ഒരു ഗ്ലാസ് ജാറാണ്. അതിൻ്റെ കപ്പാസിറ്റി 1 ലിറ്ററാണ്. ഈ ഒരു ഫുൾ ജാറിൻ്റെ കപ്പാസിറ്റി 1 ലിറ്ററാണ്. ഫിറ്റഡ് അറ്റ് ദ ടോപ്പ് ബൈ എ കോണിക്കൽ ക്യാപ്പ്. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കോണിക്കൽ ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ബ്രാസ്. അപ്പോൾ ഈ കോണിക്കൽ ക്യാപ്പ് ബ്രാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു കോണിക്കൽ ക്യാപ്പാണ്, ഇത് ബ്രാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊരു ചെറിയ ഹോളും ഉണ്ട്, ഓപ്പണിങ്ങും ഉണ്ട്. എ സ്ക്രൂ ടൈപ്പ് കവർ, ഇതാണ് അതിൻ്റെ കവർ. അത് നമ്മളിങ്ങനെ കുപ്പിയുടെ മൂടി അടക്കുന്ന പോലെ
വട്ടത്തിൽ കറക്കിയാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്ക്രൂ ടൈപ്പ് കവർ എന്ന് പറയുന്നത്. എ ഹോൾ അറ്റ് ദ അപ്പെക്സ് ഓഫ് 6 mm ഡയമീറ്റർ. അപ്പോൾ ഈ ഒരു കോണിക്കൽ ഷേപ്പിൻ്റെ അപ്പെക്സ് ഏറ്റവും ടോപ്പിലായിട്ട് ചെറിയൊരു ഹോളുണ്ട്, അതായത് ഓപ്പണിംഗ് ഉണ്ട്. അത് ഡയമീറ്ററിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. 6 mm ആണ്, വളരെ ചെറുതാണ്. എ വാഷർ ബിറ്റ്വീൻ ദ ക്യാപ്പ് ആൻഡ് ജാർ. ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജാറും അതിൻ്റെ ക്യാപ്പ് അത് നമ്മൾ പൂട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ വാഷർ ഇട്ടിട്ടുണ്ട്, റബ്ബറിൻ്റെ വാഷർ. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു മൂടി പൂട്ടുന്നത്. അപ്പോൾ വാഷർ ബിറ്റ്വീൻ ക്യാപ്പ് ആൻഡ് ദ ജാർ ടു പ്രിവെൻറ്റ് ലീക്കേജ് ഒന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വാഷർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വൈൽ ക്ലോസിംഗ് ദ ജാർ it is screwed till the mark so that the volume of the pycnometer will remain constant throughout the calculation. അപ്പോൾ നമ്മളിത് പൂട്ടിക്കഴിയുമ്പോഴും കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണെന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ ടോപ്പ് വരെയാണ്, അല്ലാണ്ട് ഇവിടം വരെ അല്ല, ഇതിൻ്റെ ടോപ്പ് വരെ നമുക്ക് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിത് പകുതിയെ സ്ക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വോളിയത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ പ്രിക്കോഷനും ഡീറ്റെയിൽസും ആണ്. അപ്പോൾ പൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ ഗ്ലാസ് ജാറാണ്, 1 ലിറ്ററാണ് കപ്പാസിറ്റി. അതിൻ്റെ മുകളിൽ ഒരു കോണിക്കൽ ക്യാപ്പ് ഉണ്ട്, അത് ബ്രാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഒരു സ്ക്രൂ കവറുണ്ട്. ഇനി ആ കോണിക്കൽ ബ്രാസിൻ്റെ മുകളിലായിട്ട് 6 mm ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇനി ഈ ഒരു ക്യാപ്പും അതിൻ്റെ ഒരു കവറും ഗ്ലാസ് ജാറും തമ്മിൽ ലീക്കേജ് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാഷർ ഇടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പൈക്രോമീറ്ററിൻ്റെ പെക്യുലാരിറ്റി ആയിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ കാണിക്കുന്ന ഫിഗേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വെയിങ് ബാലൻസ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ പൈക്രോമീറ്ററിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ 4 ടൈപ്പ് വെയിറ്റ് എടുക്കുന്ന ഒരു ഫിഗറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും നമുക്ക് അപ്പാരറ്റസ് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സോയിലിനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓവൻ വേണം, ഹോട്ട് എയർ ഓവൻ വേണം. രണ്ടാമത്തത് വെയിറ്റ് എടുക്കാനായിട്ട് വെയിങ് ബാലൻസ് വേണം, പൈക്രോമീറ്റർ വേണം. ഈ കാണുന്നതാണ് പൈക്രോമീറ്റർ. ആ ഒരു കുപ്പീനെയാണ് നമ്മൾ പൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. ഇനി നമ്മുടെ സ്പെസിമെൻ സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് 300 gram ഓഫ് ഓവൻ ഡ്രൈ സാമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് സൈസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഏത് സൈസിലുള്ള സാൻഡ് വേണമെങ്കിലും എടുക്കാം, സോയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ 300 gram ഓഫ് ഓവൻ ഡ്രൈ സാമ്പിളാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ സാൻഡ് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. ആ ഡ്രൈ ചെയ്ത സാമ്പിളിൽ നിന്ന് 300 gram വെയിറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ശ്രദ്ധിച്ചേക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടേക്ക് 300 gram ഓഫ് ഓവൻ ഡ്രൈ സാമ്പിൾ. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2, ടേക്ക് ദ ഡ്രൈ വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ആക്ച്വലി തൊട്ട് മുമ്പത്തെ അതേ പ്രൊസീജിയർ തന്നെയാണ്. അതായത് നമ്മൾ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. ആകെ വ്യത്യാസം പൈക്രോമീറ്റർ ആണ് എടുക്കുന്നത് ഡെൻസിറ്റി ബോട്ടിലിന് പകരം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫുൾ സെറ്റപ്പ്, ഇവിടെ ഒരു മൂടിയുണ്ട്, ഇതാണ് നമ്മുടെ ആ ഒരു ബ്രാസ്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പൈക്രോമീറ്ററിൻ്റെ ഡ്രൈ വെയിറ്റ് എടുക്കുക, അതിനെ നമ്മൾ W1 ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി പൈക്രോമീറ്ററിൻ്റെ അകത്ത് നമ്മൾ ഈ എടുത്തേക്കുന്ന 300 gram സാൻഡ് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുക, അതാണ് W2. ഇനി നമ്മുടെ പൈക്രോമീറ്റർ ഉണ്ട്, പൈക്രോമീറ്ററിൻ്റെ അകത്ത് 300 gram ഓഫ് സോയിലുണ്ട്. ബാക്കിയുള്ള വോളിയം പൈക്രോമീറ്ററിൻ്റെ ഈ ബാക്കിയുള്ള ഇത്രയും ഭാഗത്ത് എന്ത് ചെയ്യുക, വാട്ടർ വെച്ച് ഫില്ല് ചെയ്യുക. വാട്ടർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. വാട്ടർ ഫില്ല് ചെയ്യാനാണ് നമ്മളിവിടെ ഒരു ഓപ്പണിംഗ് ഇട്ടേക്കുന്നത്. വാട്ടർ ഫില്ല് ചെയ്യുക, എന്നിട്ട് ഈ ഫുൾ സെറ്റപ്പിൻ്റെ വെയിറ്റ് എടുക്കുക, W3 ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു പൈക്രോമീറ്ററിൻ്റെ അകത്തുള്ള സോയിൽ വാട്ടറിൻ്റെ ആ ഒരു സൊല്യൂഷനെ ഫുള്ള് ക്ലീൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് സോയിൽ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വാഷ് ചെയ്ത് റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യുക, പൈക്രോമീറ്ററിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഫുള്ള് വെള്ളം മാത്രം ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുക, അത് W4 ആണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിലും വരുന്നത്. അതേപോലെ പഴയ ഇക്വേഷൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ് GS is equal to W2 minus W1 whole divided by W2 minus W1 മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ W3 മൈനസ് W4. ഇനി അതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ W2 മൈനസ് W1 പകരം WS എന്ന് കൊടുക്കുക. ഇവിടെ WS ഹോൾ ഡിവൈഡഡ് ബൈ WS മൈനസ് ബ്രാക്കറ്റില്ല W3 പ്ലസ് W4 എന്ന് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഏറ്റവും നല്ലത് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ്
ഈ ഒരു എന്താ പറയുക ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ബൈ പൈക്രോമീറ്റർ മെത്തേഡിൽ നമുക്ക് വരുന്നത്. ഇപ്പോൾ സെയിം സാധനം തന്നെയാണ് വരുന്നത്, സെയിം ഇക്വേഷൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റും ഡിറ്റർമിനേഷൻ ഓഫ് ഡെൻസിറ്റി ബൈ യൂസിങ് ഡെൻസിറ്റി ബോട്ടിൽ ആൻഡ് പൈക്രോമീറ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ലെക്ചർ നന്നായിട്ട് മനസ്സിലാക്കി സ്കിപ്പ് ചെയ്തൊന്നും കാണരുത്. പതുക്കെ തന്നെ ഈ ലെക്ചർ കേട്ടിട്ട് ഇതിൻ്റെ ഒപ്പം നോട്ട് എഴുതിയെടുക്കുക. ഈ ലെക്ചറിൽ പറയുന്ന അത്രയും നോട്ട് മാത്രം മതി, നിങ്ങൾ ഇതിനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എപ്പോഴും ഇതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയറാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് എഴുതുക, അതിൻ്റെ സ്റ്റെപ്സ് എഴുതുക, പിന്നെ W1, W2, W3, W4 ഒക്കെ എന്താണെന്ന് എടുത്ത് എഴുതുക. ഏറ്റവും താഴെ നമുക്ക് കിട്ടുന്ന വാട്ടർ കണ്ടൻ്റ് ആണെങ്കിൽ വാട്ടർ കണ്ടൻറ്റ്, ഡെൻസിറ്റി ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ആ ഒരു ഇക്വേഷനും കറക്റ്റായിട്ട് എഴുതുക. കറക്റ്റ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രേ ഉള്ളൂ. താങ്ക് യു.